ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇനി വരാൻ പോകുന്ന ജാനകിയുടെ അബിയുടെ വീടിന്റെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. കുറച്ചുനാൾ ഈ സീരിയൽ എനിക്ക് ഇടാൻ പറ്റിയില്ല, അപ്പൊ ഇനി ഞാൻ മിക്കപ്പോഴും അപ്കമിങ് റിവ്യൂസ് ഇടാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്ന എപ്പിസോഡിൽ എന്താ കാണിക്കണേ, അങ്ങനെ നമ്മുടെ സൂര്യ സത്യങ്ങളൊക്കെ അബിയെടുത്ത് പറയാണ്. ജാനകിനെ എങ്ങനെയാണ് സൂര്യയുടെ കൈകളിൽ കിട്ടിയെന്നുള്ള സത്യം പറയാണ്. അത് വേറൊന്നുമല്ല, ഇന്നത്തെ എപ്പിസോഡ് കാണാത്തവർക്ക് വേണ്ടി ജസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. നമ്മുടെ സൂര്യയും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 10-26 വർഷങ്ങൾക്ക് മുമ്പ് സൂര്യയും അതുപോലെ തമ്പിയും കൂടി ഒരുമിച്ച് ഭയങ്കര കൂട്ടായിരുന്നല്ലോ ഇവർ ഒരുമിച്ചിട്ടാണ് ഈ ബിസിനസ് തുടങ്ങിയത്. അപ്പൊ ഒരുപോലത്തെ ഷെയർ ആണ് ഈ ബിസിനസിന് വേണ്ടി ഇറക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവരുടെ കമ്പനിയിൽ കുറച്ച് സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു, പെൺപിള്ളേരും ഉണ്ടായിരുന്നു, ആമ്പിള്ളേരൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയായിരുന്നു, അതിസുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ദിവസം സൂര്യക്ക് ഓഫീസിൽ പോകാൻ പറ്റിയില്ല. അപ്പൊ ആ ദിവസം ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സൂര്യ ഇല്ലാത്തത് കൊണ്ട് തന്നെ തമ്പി കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. തമ്പി ഈ പെണ്ണിനെ OT, അതായത് ഓവർ ടൈം നിർത്തിയിട്ട് വർക്ക് ചെയ്യിപ്പിക്കും. അതിനുശേഷം രാത്രി ആകുമ്പോഴേക്കും ഈ പെണ്ണ് കയറി പിടിച്ചിട്ട് ഈ പെണ്ണ് ഗർഭിണിയാവും. ഈ പെണ്ണ് വേറെ അങ്ങനെ വീട്ടുകാരൊക്കെ വെച്ചാൽ പഴയ ചിന്താഗതിക്കാരാണ്. അപ്പൊ അവർക്കൊന്നും ഇതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാനിട്ട് ഈ പെണ്ണ് ഗർഭിണി ആകുമ്പോഴേക്കും ഈ പെണ്ണെ തള്ളി പുറത്തേക്ക് ഇടുകയാണ്. അതായത് ഈ പെണ്ണ് ഇങ്ങനത്തെ ഒരു പെണ്ണില്ല, ഈ പെണ്ണ് ഇങ്ങനത്തെ ഒരു മകളില്ല എന്ന് പറഞ്ഞിട്ട് ആ പെണ്ണെ പുറത്താക്കുവാണ് ആ പെണ്ണ് സ്വന്തം വീട്ടിൽ നിന്ന്. തമ്പിയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് തമ്പിക്ക് നല്ലൊരു ആലോചന വരും. അതായത് ഇപ്പൊ വസുന്ധര, അതായത് നമ്മുടെ അപർണയുടെ അമ്മയുടെ ആലോചന വരും. അവള് ഭയങ്കര പണക്കാരിയായതുകൊണ്ട് തന്നെ ഈ പെണ്ണിനെ മറന്നിട്ട് തമ്പി അവളെ, അതായത് വസുന്ധരനെ കല്യാണം കഴിക്കുകയാണ്, അപർണയുടെ അമ്മേനെ കല്യാണം കഴിക്കുകയാണ്. അങ്ങനെയാണ് അപർണയുടെ അമ്മേനെ കല്യാണം കഴിക്കുന്നത് ഈ പെണ്ണ് ഗർഭിണി ആവണം ആ ഒരു സമയത്ത് തന്നെയാണ്. അതുകൊണ്ട് അപർണയും ജാനകിയും തമ്മിൽ 2 മാസത്തിന് വ്യത്യാസം മാത്രമേ ശരിക്കും ഉള്ളൂ കേട്ടോ. അങ്ങനെ ഈ പെൺകുട്ടി ഗർഭിണിയായിട്ട് നേരെ ഒരു ഭ്രാന്താശുപത്രിയിലാണ് പോയി അഡ്മിറ്റ് ആവണത്. അവിടെ നിന്ന് പ്രസവം കഴിഞ്ഞ് 5 ദിവസം ആകുമ്പോഴേക്ക് ഈ പെണ്ണ് ഭ്രാന്താശുപത്രിയിൽ നിന്ന് ഇറങ്ങി പോവാണ്. അതായത് ഭ്രാന്ത് മാറാണ്ട് തന്നെ ഇറങ്ങി പോകണം. അതായത് നമ്മുടെ ജാനകിയുടെ അമ്മ ഇറങ്ങി പോവാണ് ചെയ്യണത്. അപ്പൊ ഇതെല്ലാം തന്നെ സക്കീർ ഹുസൈൻ, ഇപ്പത്തെ വക്കീലുണ്ടല്ലോ, ഈ പുള്ളിക്കാരനെ അറിയാം. ഈ പുള്ളിക്കാരനാണ് സൂര്യനെ കൊണ്ടിട്ട് ആ ഭ്രാന്താശുപത്രി കൊണ്ടുപോകുന്നത്. അപ്പൊ അവരവിടെ എത്തുമ്പോഴേക്ക് ഈ സ്ത്രീ അവിടെ നിന്ന് ഓടിപ്പോയി കഴിഞ്ഞിരുന്നു. 5 മാസം പ്രായമുള്ള ഒരു പെൺകുഞ്ഞിനെ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ സൂര്യ ആ പെൺകുഞ്ഞിനെ കയ്യിലേക്ക് എടുത്തിട്ട് ആ പെൺകുഞ്ഞിനെ കണ്ടപ്പോ തന്നെ സീതാദേവിനെയാണ് ഓർമ്മ വന്നത്. കാരണം സീതാദേവിനെ അങ്ങനെയാണല്ലോ നമ്മുടെ സീതാദേവിയുടെ അച്ഛനെ കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞ ജാനകി എന്ന് പേരിട്ടത് അത് അങ്ങനെയാണ് സൂര്യ. അപ്പൊ ഈ സത്യങ്ങളൊക്കെ ശരിക്കും സക്കീർ ഹുസൈന് സൂര്യക്ക് മാത്രമേ ഉള്ളൂ, എന്റെ തമ്പിക്ക് പോലും അറിയില്ല ഇങ്ങനത്തെ ഒരു മോളുള്ള കാര്യം. അപ്പൊ ഈ സത്യങ്ങളൊക്കെ നമ്മുടെ അബിയെടുത്ത് പറയുമ്പോ അബി ആകെ ഞെട്ടിപ്പോകുന്നുണ്ട് എന്ന്. അത് മാത്രല്ല നമ്മുടെ സൂര്യ പ്രത്യേകം പറയുന്നുണ്ട്, ഞാൻ ഇപ്പൊ നിനക്ക് മനസ്സിലായോ, മൂന്നാറിലെ എസ്റ്റേറ്റും ബിസിനസ് കാര്യങ്ങളൊക്കെ നിനക്കും ജാനകിക്കും ഞാൻ സ്വത്തുക്കൾ എഴുതുന്ന അവകാശം കാര്യം എന്താണെന്ന്. കാരണം തമ്പി ഞാനും കൂടി കഷ്ടപ്പെട്ടാണ് ബിസിനസ് തുടങ്ങി ഈ നിലയിൽ എത്തിയത്. അവനും ഞാനും പിന്നെ ശത്രുക്കൾ എന്നുള്ളത് ശരി തന്നെയാണ്, പക്ഷെ അവനും എന്റെ സ്വത്തുക്കളിൽ പങ്കുണ്ട്. അതുകൊണ്ടാണ് ജാനകിക്ക് ആ സ്വത്തുക്കൾ എഴുതി കൊടുക്കാൻ കാരണം അവന്റെ മകളാണല്ലോ ജാനകി. പിന്നെ അപർണയുടെ കല്യാണത്തിന് വന്നപ്പോൾ ഞാൻ കണ്ണടച്ച് സമ്മതിച്ചതിന് കാരണം ജാനകിയുടെ അനിയത്തിയാണ് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടിട്ടാണ്. ഒരിക്കലും ഈ സത്യം ജാനകിയുടെ അടുത്ത് പറയരുത്, അവൾ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യില്ല എന്നൊക്കെ പറയാണ്. അങ്ങനെ ഞാൻ മനഃപൂർവ്വമാണ് നമ്മുടെ കമ്പനിയിലേക്ക് ജാനകിനെ അന്ന് ഒരു 5 വർഷം മുമ്പ് ജാനകി നമ്മുടെ കമ്പനിയിലേക്ക് ഞാൻ കൊണ്ടുവന്നത് മനഃപൂർവ്വമാണ്. അങ്ങനെയാണ് കമ്പനി വന്നപ്പോഴാണ് നീ അവളെ ഇഷ്ടപ്പെട്ട് അങ്ങനെ നിങ്ങളുടെ പ്രണയത്തിലായി. അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം എനിക്ക് എന്റെ മനസ്സിൽ തമ്പി ഇപ്പോഴും എന്റെ സുഹൃത്ത് തന്നെയാണ്, ശത്രുത ഉണ്ടെങ്കിൽ. അപ്പൊ ആ തമ്പിയുടെ എന്റെ സുഹൃത്തിന്റെ മോളെ നീ സ്നേഹിച്ചു, ജാനകി നല്ല പെൺകുട്ടിയാണ്, അതുകൊണ്ട് തന്നെ കല്യാണത്തിന് സമ്മതിച്ചെന്നൊക്കെ പറയാണ്. അപ്പൊ നമ്മുടെ ശരിക്കും അബിക്ക് വല്ല ഷോക്ക് ആവാണ്. ശേഷം ഇനി നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് അബി ജസ്റ്റ് നമ്മുടെ ജാനകിയുടെ ചോദിക്കേണ്ട, ജാനകി നിന്റെ അച്ഛൻ തമ്പിനെ പോലത്തെ ഒരാളാണെങ്കിൽ നീ എന്തായിരിക്കും നിന്റെ അവസ്ഥ എന്ന് ചോദിക്കുമ്പോ, അയ്യോ അങ്ങനത്തെ ഒരു അച്ഛൻ എനിക്ക് ഇല്ലാതിരിക്കണേ നല്ലത്, ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു വൃത്തികെട്ട മനുഷ്യനെ, ഇയാൾക്കൊരു മനുഷ്യനാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. നമ്മുടെ അബിക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ. കാരണം ജാനകിക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല തമ്പി ജാനകിയുടെ അച്ഛനാണെന്നുള്ള സത്യം. അതിനുശേഷം നമ്മുടെ അമലും അതുപോലെ തന്നെ അപർണയും ഭയങ്കര അടിവഴക്കാണ്ട്. അമല് പറയുന്നുണ്ട്, അപർണെ നീ ഏട്ടന്റെ അടുത്തും ഏട്ടത്തിന്റെ അടുത്തും മാപ്പ് പറഞ്ഞാൽ മാത്രമേ ഞാൻ ഈ വീട്ടിൽ നിൽക്കുള്ളൂ, അല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങി പോവാണെന്ന് പറയണം. അത് കേട്ടിട്ട് നമ്മുടെ അമലിനെ വേണ്ട ഇറങ്ങി പോകണം പിടിച്ച് വലിക്കുകയാണ്. അത് ശബ്ദം കേട്ടുകൊണ്ട് അബിയും ജാനകിയും കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. എന്താ പ്രശ്നം ചോദിക്കുമ്പോ അപർണ പറയുന്നുണ്ട്, അതെ നിങ്ങളുടെ സോറി പറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ പുഞ്ഞാരേനും ഇവിടെ നിന്ന് പോകുന്ന പറഞ്ഞ ഇറങ്ങി പോകുന്ന പറഞ്ഞെന്ന് പറയുമ്പോ അബി പെട്ടെന്ന് നമ്മുടെ അപർണടുത്തുള്ള ആ ഒരു മൈൻഡ് സെറ്റ് മാറ്റുവാണ്. കാരണം ജാനകിയുടെ സ്വന്തം അനിയത്തിയാണല്ലോ. അപ്പൊ ആ ഒരു ചെറിയൊരു ഇഷ്ടം നമ്മുടെ അബിക്ക് അപർണടുത്ത് വരുവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ അബി പറയണ്ടേടാ അമലെ നീ എന്തിനാ എപ്പോഴും ഉള്ളായിട്ട് വഴക്കുണ്ടാക്കണേ, ഇവള് നമ്മുടെ കുഞ്ഞനിയത്തിയല്ലേടാ, എന്റെ കുഞ്ഞനിയത്തിയല്ലേടാ നീ പറയാണ്. ഈ ചേട്ടന് ഇതെന്ത് പറ്റി എന്ന രീതിയിൽ അമൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. ജാനകി ആകെ ഞെട്ടിപ്പോവാണ്. ജാനകി അടുത്ത് പറയണ്ട്, നോക്ക് ജാനകി, അപർണ എന്ത് ചെയ്താലും നീ ക്ഷമിക്കണം കേട്ടോ, നിനക്കൊരു അനിയത്തി ഉണ്ടാവില്ലേ, ആ അനിയത്തിനെ പോലെ കണ്ടാ മതി, ആ കുസൃതി പോലെ നീ കണ്ടാ മതി, നീ വിചാരിച്ച അവളെ നേരെയാക്കാൻ പറ്റൂ, നിനക്കേ പറ്റുള്ളൂ എന്നൊക്കെ പറയാണ്. ഈ അഭിയേട്ടൻ എന്താ ഇങ്ങനെ ആകെ മട്ടും ഭാവമൊക്കെ മാറിയല്ലോ എന്ന് ജാനകിയും വിചാരിക്കണം. അപ്പൊ നാളത്തെ പ്രൊമോ ഇത്രയാണ് കാണിക്കുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇനി വരാൻ പോകുന്ന ഒരു ഭാഗമാണ് ഇനി പറയാൻ പോണേട്ടോ. അങ്ങനെ അമലിനെയും അപർണനെയും എങ്ങനെയെങ്കിലൊക്കെ
അങ്ങനെ അപർണനെ അമലിനെ എങ്ങനെയെങ്കിലൊക്കെ ഒന്നിച്ച് ചേർക്കണം. കാരണം അവർ തമ്മിൽ ഈ വാശിയും വൈരൊക്കെ കളഞ്ഞ് അവര് സുഖമായിട്ട് ജീവിക്കണം. നാളൊരു സമയത്ത് സത്യങ്ങളൊക്കെ എന്തായാലും പുറത്തേക്ക് വരും. കാരണം വെച്ചാല് അപർണ തന്റെ സ്വന്തം അനിയത്തെ രക്തത്തെ തിരിച്ചറിയുമെന്ന് പറയില്ല. അപ്പൊ അതുകൊണ്ട് സ്വന്തം അനിയത്തെ ജാനകി മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ അപർണനെ ഒരിക്കലും ഈ വീട് വിട്ടു പോകാൻ സമ്മതിക്കാൻ പാടില്ല. അല്ലെങ്കിൽ തന്നെ ജാനകി ആദ്യമായിട്ട് അപർണനെ കണ്ടപ്പോ അപർണയുടെ അടുത്ത് ചെറിയൊരു അട്രാക്ഷൻ തോന്നിയിട്ടുണ്ടായിരുന്നു. അതിനെ കാരണം തന്നെ സ്വന്തം അനിയത്തി ആയതുകൊണ്ടാണല്ലോ. അതുകൊണ്ട് അപർണ ഇവിടെ തന്നെ വേണം എന്ന് അഭി വിചാരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അപർണയുടെ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ അഭി ക്ഷമിക്കുക കേട്ടോ. മാത്രമല്ല ജാനകി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ ഇങ്ങനെ ക്ഷമിക്കണത്? അപർണനെ ഇപ്പൊ തലയിലെടുത്തിട്ടാണല്ലോ വെക്കണമെന്ന് ചോദിക്കുമ്പോൾ അവൾ എന്റെ സ്വന്തം അനിയത്തി തന്നെയാണ്. എനിക്ക് അമലിനെയും അതുപോലെ തന്നെ അവരെയൊക്കെ പോലെ തന്നെയാണ് ഇപ്പോ അനിയത്തിനെ പോലെ തന്നെയാണ് അപർണ, നീയും അങ്ങനെ തന്നെ വേണം വിചാരിക്കാൻ എന്ന് പറയുമ്പോ ഈ ജാനകിക്ക് ചില സംശയങ്ങളൊക്കെ വരുവാണ്. എന്താണ് ഇങ്ങനെയൊക്കെ പറയാൻ കാരണം? ഇനി ഇവരുടെ എന്തെങ്കിലും ബന്ധം വേറെ തമ്പിയായിട്ടുള്ള വേറെ എന്തെങ്കിലുമൊക്കെ ഇത് റിലേഷൻ ഈ അപർണയായിട്ട് ഉണ്ടോ എന്ന് വരെ ജാനകി സംശയിച്ചു പോകുന്നുണ്ട്. കാരണം അത്രയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സൂര്യനാരായണൻ ആയാലും അതെ, വീട്ടിൽ വേറെ ആരും തെറ്റ് ചെയ്താലും അവരോട് വഴക്കൊക്കെ പറയുമെങ്കിൽ അപർണ തെറ്റ് ചെയ്യുമ്പോൾ വഴക്ക് പറയുന്നുണ്ടെങ്കിലും അവളെ പുറത്തു പോകാൻ സമ്മതിക്കില്ല. കാരണം അവള് വീട്ടിൽ തന്നെ വേണം എന്നൊരു നിലപാടാണ്. മാത്രമല്ല ജാനകി അടുത്ത് പറഞ്ഞു, മോളെ നിന്റെ അനിയത്തി തന്നെയാണ് കേട്ടോ അവള്, അതായത് ആ രീതിയിലല്ല, നിന്റെ അനിയത്തിയാണ്, നീ അവളെ നോക്കണം, അവൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, അവൾ തമ്പിയുടെ മകളാണ്. ആ ഒരു അഹങ്കാരവും അഹംഭാവവും ഒക്കെ അവൾക്ക് ഉണ്ട്. പക്ഷേ അവള് വസുന്ധരയുടെ കൂടി മകളാണ്. വസുന്ധരയുടെ സ്വഭാവം അറിയാലോ, നല്ലൊരു സ്ത്രീയാണ്. അത് ശരിയാച്ചാ. അപ്പൊ ആ ഗുണങ്ങൾ എന്തായാലും അവൾക്ക് കിട്ടാതിരിക്കുന്ന. പിന്നെ മാത്രല്ല എന്ന് പറഞ്ഞിട്ട് എന്താച്ചാ മനസ്സിലിങ്ങനെ വിചാരിക്കണം കേട്ടോ നമ്മുടെ സൂര്യ, നിന്റെയും കൂടി അനിയത്തില്ല, അപ്പൊ നിന്റെ സ്വഭാവം അവൾക്ക് ഉണ്ടാകാതിരിക്കില്ല മോളെ. അതുകൊണ്ട് നീ അവളെ നിനക്ക് മാത്രം അവൾക്ക് നന്നാക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ സൂര്യ മനസ്സിൽ വിചാരിക്കണം. എന്താച്ചാ വിചാരിച്ചത് ഒന്നുമില്ല മോളെ എന്നൊക്കെ പറയണം. അങ്ങനെ ഇവര് ഇടക്കും തലക്കൊക്കെ പതുക്കെ പതുക്കെ ഈ അഭിയും അതുപോലെ തന്നെ നമ്മുടെ സൂര്യൻ കൂടി സംസാരിക്കണത് ഇടക്കും തലക്കൊക്കെ നമ്മുടെ അപർണ കേൾക്കുന്നുണ്ട് കേട്ടോ. ജാനകിനേക്കാളും മുമ്പ് ഈ സത്യങ്ങളെ മനസ്സിലാക്കണ അപർണയാണ്. അതായത് ഈ ജാനകി തന്റെ സ്വന്തം ചേച്ചിയാണെന്നുള്ള സത്യം മനസ്സിലാക്കണത് ജാനകിനേക്കാളും മുമ്പ് അപർണയാണ്. അപ്പൊ ഇവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കും. മാത്രമല്ല അപർണക്ക് തന്നെ ഒരു സംശയം തോന്നുവാണ്, ഇവരെന്താ എന്നോട് ഇത്ര ശത്രുത എന്നിട്ട് പെട്ടെന്നൊരു സോഫ്റ്റ് കോർണറും അതുപോലെ പെട്ടെന്ന് ഒരു ഭയങ്കര ഇഷ്ടമൊക്കെ കാണിക്കുന്ന കാരണം എന്താ? നീ അപർണ ഇങ്ങനെ അന്വേഷിക്കുകയാണ്. അങ്ങനെ അന്വേഷിച്ച് അപർണക്ക് ചെറിയൊരു സംശയം വരുന്നുണ്ട് കേട്ടോ. ഈ വീട്ടിൽ ആരെങ്കിലൊക്കെ ആയിട്ട് ബന്ധമുണ്ടോ ഈ ജാനകിക്ക് എന്നൊരു സംശയം വരികയാണ്. പിന്നീടാണ് അപർണ ആ ഒരു രഹസ്യം മനസ്സിലാക്കണത്. തന്റെ അച്ഛന്റെ അതായത് കല്യാണത്തിന് മുമ്പ് വേറൊരു പെൺകുട്ടീനെ ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തി ആ പെൺകുട്ടി ഗർഭിണിയായി. അത് മാത്രമല്ല, ഗർഭിണിയെന്ന് മാത്രമല്ല, ആ പെൺകുട്ടിക്ക് പ്രാന്തും പിടിച്ച് അവരെ ഉപേക്ഷിച്ചിട്ടാണ് പണക്കാരിയായിട്ടുള്ള തന്റെ അമ്മേനെ വിവാഹം കഴിച്ചെന്നുള്ള സത്യം അപർണ മനസ്സിലാക്കാണ്. പക്ഷെ ആ സത്യം അപർണ മനസ്സിലാക്കിയാലും ജാനകിനെ പെട്ടെന്നൊന്നും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോഴും ജാനകിയുടെ ശത്രുവായിട്ട് തന്നെ കാണുന്നത്. കാരണം വെച്ചാൽ തന്റെ സ്വത്തുക്കളുടെ അവകാശം കൂടിയാണല്ലോ അപ്പൊ ജാനകി. മാത്രമല്ല തനിക്ക് ഇങ്ങനത്തെ ഒരു ചേച്ചി വേണ്ട. അച്ഛൻ എപ്പോഴോ കാലത്ത് ഏതൊക്കെ ഒരു സ്ത്രീയായിട്ട് അവിഹിതം ഉണ്ടായി. അങ്ങനെ എത്ര സ്ത്രീകളായിട്ട് അവിഹിതം ഒക്കെ ഉണ്ടാവും. അങ്ങനെ എല്ലാവരും എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയാണ് അപർണ വിചാരിക്കുന്നത്. പക്ഷെ നാളൊരു സമയത്ത് അപർണ പതുക്കെ ജാനകിനെ ആക്സെപ്റ്റ് ചെയ്യും. ഇതുവരെയായിട്ട് വേറെ ലാംഗ്വേജ് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷെ സത്യങ്ങളൊക്കെ ഏറെ ഒക്കെ മനസ്സിലാക്കുന്നൊക്കെ ഉണ്ട്. പല ലാംഗ്വേജിൽ പല ടൈപ്പിലാണ്. തമിഴിൽ ഞാൻ ഒരിക്കലും റിവ്യൂ പറയുന്നില്ല, കാരണം തമിഴ് കൈവിട്ടു പോയി. മാത്രമല്ല ആ സീരിയൽ ഇപ്പൊ നിർത്തിയും തോന്നുന്നു, ഞാനിപ്പോ കാണാറില്ല. അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ജാനകിയുടെ അബിയുടെയും വീടാണോ മൗനരാഗമാണോ ഇഷ്ടം എന്നുള്ളത് താഴെ കമന്റ് ചെയ്യണം, ജസ്റ്റ് ഒന്ന് അറിയാനായിട്ടാണ്. അപ്പൊ മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.